Hello friends, welcome back to my channel. So, നമ്മൾ ഇന്നൊരു സെക്കൻഡ് ഇന്റർനാഷണൽ ട്രിപ്പിലോട്ട് പോവുകയാണ് ആൻഡ് ഐ എം ട്രാവലിംഗ് വിത്ത് ഹിം ഫോർ ദ ഫസ്റ്റ് ടൈം. എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടത് കണ്ടതൊക്കെ മനസ്സിലായി കാണും. ബട്ട് താങ്ക് യു. യു ആർ ഗോയിങ് ടു പിന്നെ ലണ്ടനിലാണ്. നമ്മൾ ബാഗേജ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ബിക്കോസ് ബാഗേജിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ടെൻഷൻ ഉള്ളത് കാരണം അതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെക്കിംഗ് കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ ഗേറ്റിലോട്ട് നടന്നു. സമയമുണ്ടല്ലോ നമുക്ക്. നമ്മുടെ 2 മണിക്കുള്ള ഫ്ലൈറ്റിൽ നമ്മൾ 10 മണിക്ക് വന്നിരിക്കുന്നു. എങ്ങനെ ഓപ്പൺ ആവാനാ? അപ്പോൾ നമുക്ക് 4 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് എന്തൊക്കെയോ കഴിക്കാൻ വാങ്ങിച്ചു. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിലോട്ട് അഗെയിൻ നടന്നു പോയിട്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോർഡിംഗ് ടൈം വന്നു ആൻഡ് നമ്മൾ ബോർഡ് ചെയ്തു. ബോർഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. We are going to take off. എന്താ ഇതിന്റെ പേര്? ഏത് സമയത്ത് ചെക്ക് ചെയ്തിട്ടാണ്? ബോർഡിംഗ് സമയത്ത് മെൻസിന് മാത്രം സ്പെഷ്യൽ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഈ ETD സ്വാപ്സ് വെച്ചിട്ട് അതെന്താ നിങ്ങൾക്കറിയോ? അത് ആക്ച്വലി എക്സ്പ്ലോസീവ് ഡിറ്റക്ട് ചെയ്യുന്ന സാധനമാണ്. അത്രയും ഹൈ ചെക്കിംഗ് ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ഇവിടെ ഓൺലി ബോയ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെയ്യാം. എൻ്റെ അവന് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. I'm scared. He's not. 6 hours ആയി കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് കുറച്ചൊരു ഓക്കെ ഫുഡ് തന്നെയായിരുന്നു അത്. ഫ്ലൈറ്റാ നമ്മൾ ലണ്ടനിൽ ലാൻഡ് ആയിരിക്കാണ്. അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം. ടെർമിനൽസ് മാറാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ UK ലണ്ടനിൽ നമ്മൾ ലാൻഡ് ചെയ്തു. ടെർമിനൽസ് മാറാണ്ടായിരുന്നു അവിടുന്ന് 4th to 2nd ടെർമിനൽസ്. സോ അതിന് നമുക്ക് ബസ് സർവീസസ് ഉണ്ടായിരുന്നു. സത്യം പറയാലോ ലണ്ടൻ്റെ എയർപോർട്ട് വാസ് ടൂ ബിഗ്. 12 മിനിറ്റ്സ് ടെർമിനൽ ചേഞ്ച് ആവും. പുറത്തുകൂടെ പോണത്. സോ ആസ് ഐ സെഡ്, ഒരു ടെർമിനലിൽ നിന്ന് നെക്സ്റ്റ് ടെർമിനലിലേക്ക് പോകാൻ ഏകദേശം 12 മിനിറ്റ്സ് എടുത്തു ബസ്സിൽ. ആൻഡ് ചുറ്റിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം എയർപോർട്ടായിരുന്നു, ലണ്ടൻ്റെ എയർപോർട്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ UK കാലുകുത്തി. ആൻഡ് അവിടെ നമ്മൾ ഓൾമോസ്റ്റ് 4 hours ഉണ്ടായിരുന്നു. സോ നമ്മൾ ലണ്ടൻ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഉറക്കം തോന്നിയിട്ടുണ്ട്. ഐ നോ ദാറ്റ്. നല്ലൊരു ഇത് ജസ്റ്റ് ഒരു ടേം ബ്യൂട്ടിഫുൾ റൈറ്റ്. ഇതുവരെയുള്ള ഫ്ലൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരുന്നു. കുറച്ചു നേരം കുറച്ച് നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ കുറച്ചും കൂടി എന്താ പറയാ ടർബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒരു ടെർമിനലാണ്. ഞങ്ങൾക്ക് ടെർമിനൽ 2 ഇരിക്കുന്നത്. അതുപോലത്തെ 4 ടെർമിനൽസ് ഉണ്ട്. സോ വലുതാണ്, ഭയങ്കര വലുതാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ബിക്കോസ് ഞാൻ അവിടെ നിന്ന് ബഹ്റൈനിൽ ഇറങ്ങിയത് 4 o'clock ആണ്. റൈറ്റ് അല്ല സോറി, ഇന്ത്യ ആയിരുന്നു 4 o'clock. ബഹ്റൈൻ 2 o'clock ഇറങ്ങി. പക്ഷെ ഇവിടെ എത്തിയിരിക്കുന്നത് 8 o'clock, 7 o'clock. അറിയാം, ഇവിടുത്തെ 7 o'clock, ലണ്ടൻ 7 o'clock. പക്ഷെ ഫ്ലൈറ്റിന്റെ ഉള്ളിലിരുന്നത് 7 hours. ഇതേപോലെ തന്നെയാണ് ഞാൻ കാനഡയ്ക്ക് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇവിടുന്ന് 12 o'clock ഇറങ്ങുമെങ്കിലും അവിടെ എത്തുന്നത് 3 o'clock ആണ്. ബട്ട് ഫ്ലൈറ്റിൽ ഇരിക്കാൻ പോകുന്നത് 8 hours ആണ്. Isn't it interesting? ടൈം ചേഞ്ച് ആണത് നമ്മള്. ഞാൻ ഈ ഫ്ലൈറ്റില് ബഹ്റൈൻ ടു കാനഡ ഫ്ലൈറ്റ് 2
സൺറൈസ് കണ്ടു. ഒരു സൺറൈസ് ബഹറിന്റെ തനയത്തുള്ള ഒരു സൺറൈസ് കണ്ടു. പിന്നെ ഒരു സൺറൈസ് വന്നിട്ട് ലൈക്ക് ലണ്ടൻ എത്തുന്നതിന്റെ മുന്നേ, യൂറോപ്പ് ലൈക്ക് UK എത്തുന്നതിന്റെ മുന്നേ കണ്ടു. അങ്ങനെ ലണ്ടൻ എത്തി. ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടി പോയിരിക്കുകയാണ്. കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ലണ്ടൻ എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭംഗിയുള്ള വ്യൂ ആണ്. ബാക്കില് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പോയിരിക്കാനാണ്. സമയമുണ്ട്, 4 hours ഉണ്ട്. എന്തായി എനിക്ക് അറിയാണ്ട് ഇംഗ്ലീഷ് വന്ന് പോണു. ലണ്ടൻ എയർപോർട്ടിലൂടെ തേരാകൊണ്ടിരിക്കും. ജസ്റ്റ് നമുക്കെല്ലാം കാണണല്ലോ, എത്ര ഇനി വരാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. സോ ഫൈനലി കുറേ നടന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഗേറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ചെക്കിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് വാസ് ദ ഫസ്റ്റ് എസ്കലേറ്റർ. ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഞെട്ടി. ഇത്ര വലിയ കണ്ടപ്പോണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇനി ഇതിലൊരു 2 മിനിറ്റ് നമുക്ക് നടക്കാം. എത്ര വലിയ എല്ലാരും ഓടണു. എന്തിനാ ഓടണേ? 15 മിനിറ്റ് പറഞ്ഞ എനിക്ക് 2 മിനിറ്റ് വെച്ചിട്ട് എസ്കലേറ്ററിൽ തന്നെ പോയി. ഇനിയും 11 മിനിറ്റ് ഉണ്ട്. ഗേറ്റിലെത്തിയിട്ട് പിന്നെയും ഒരു എസ്കലേറ്റർ. ഇതില് എസ്കലേറ്റർ കയറി മതിയാവുന്ന തോന്നുന്നത്. ഇതിപ്പോ 3ാമത്തെ എസ്കലേറ്റർ ആണ്. പറഞ്ഞ പോലെ ഫുൾ എസ്കലേറ്റർ വെച്ചൂടെ എന്നാ? ഞങ്ങൾ ഇറങ്ങിയ ടെർമിനലിന്റെ പെൻക്വീൻ ടെർമിനലാണ്. ഇത് നമ്മൾ എസ്കലേറ്റർ കയറി ഒരു വിധാവും എന്നാ തോന്നുന്നത്. അയ്യോ, ഞാൻ നിർത്തി. ഞാൻ ഈ കളിക്കില്ല. നമ്മൾ വെറുതെ 15 മിനിറ്റ് പറഞ്ഞു കേട്ടോ. 15 മിനിറ്റ് പറഞ്ഞത് വെറുതെ അല്ല. 15 ഒരു എസ്കലേറ്ററിൽ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അത്രയും എസ്കലേറ്ററിലൂടെ ഉണ്ട്. ഫൈനലി ഐ തിങ്ക് എസ്കലേറ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് തോന്നുന്നു, അറിയില്ല. ഓക്കെ, താങ്ക് യു. ഞാനായിരിക്കണം 2 പ്രാവശ്യം ചെരുപ്പ് തൊട്ടിയാണ് ഞാനായിരിക്കണം. ടോപ്പിക് ചേഞ്ച് ആയി. ഇനിയും അടുത്ത എസ്കലേറ്റർ വരാൻ പോവുകയാണ്. നമ്മൾ ഈ എസ്കലേറ്റർ കയറി തന്നെ മതിയാവുന്ന തോന്നാണ്. 15 മിനിറ്റ് ആണ് ഗേറ്റിക്ക് പറഞ്ഞത്. ഓരോ 2 മിനിറ്റിലും എസ്കലേറ്റർ 2 മിനിറ്റിന്റെ എസ്കലേറ്റർ ഉണ്ട്. ഇവിടുത്തെ എസ്കലേറ്ററിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? അത് ഒരഭിപ്രായവും ഇല്ല. എസ്കലേറ്ററിന്റെ സൈസ് കമ്മിയായല്ലോ അല്ലേ? ഞാൻ ലോഗിങ്ങിലും ആൾക്കാർക്ക് റിപ്ലൈ ചെയ്തേലും ബിസിയായി. 38 കടന്നു വന്നു നമ്മള്. അവിടെ ആയിരിക്കും ചാൻസ് ഇല്ല. സോ ഫസ്റ്റ് നമ്മൾ ഗേറ്റ്സ് ഒക്കെ മാറി അവസാനം കണ്ടുപിടിച്ചിട്ട് എത്തി. കുറച്ച് നേരം വെയിറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും ബോർഡിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. നോട്ട് ഓൾമോസ്റ്റ് ഫുൾ, കംപ്ലീറ്റ്ലി ഫുള്ളായിരുന്നു. അറൗണ്ട് 400 പീപ്പിളുടെ ഒരു വലിയ ബോയിങ് എയർക്രാഫ്റ്റ് ആയിരുന്നു ഇത്. ആൻഡ് നമ്മളങ്ങനെ ലണ്ടനിന് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുത്തില്ല ബിക്കോസ് ആകെപ്പാടെ ടയേർഡായി. ബട്ട് ഉള്ളിൽ ഫ്ലൈറ്റ് വാസ് ഗുഡ് ബിക്കോസ് കുറച്ച് സമയത്തിൽ അവർ ഫുഡും കാര്യങ്ങളും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് വീഡിയോസിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സംഭവം നമ്മൾ
ഇങ്ങനെയൊക്കെയോ ലൈക്ക് അറൗണ്ട് 8 hours ഫ്ലൈറ്റിന് ശേഷം നമ്മൾ കാനഡയിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ ലാൻഡിങ്. കാനഡ എത്തി. ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത്. എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ കഴിഞ്ഞു. ലഗേജിന് വേണ്ടിട്ട് വേഗം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്റെ കഴിയാറായി, ചാർജ് കഴിയാറായി. അങ്ങനെ ഓൾമോസ്റ്റ് 24 hours ഫ്ലൈറ്റിന് ശേഷം നമ്മൾ നമ്മുടെ ഏട്ടനെ കണ്ടുമുട്ടി ആൻഡ് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോയി. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. ബൈ.